ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനീറ്റ. ഞാൻ കാസർഗോഡ് പാലാവേൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന ഡിസംബർ 10, 2022 ഉടമ്പടി എടുത്തത്. ഞാനൊരു BSc നേഴ്സാണ്. ഞാൻ 2022 മുതൽ OET ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കേരള സിലബസിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. എന്നിരുന്നാലും ഞാൻ പഠിക്കാൻ പോയി, OET പഠിക്കാൻ തുടങ്ങി. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാ മൊഡ്യൂളും ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. റീഡിങ് മാത്രമായിരുന്നു എനിക്ക് കുറച്ച് വിഷമമായെന്നുള്ളത്. ഞാൻ പഠിക്കുമ്പോൾ തന്നെ എന്നോട് കൂട്ടുകാരും വീട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട് കൃപാസനത്തിനെ പറ്റി. പക്ഷേ കൃപാസനം എന്താണെന്നോ ഇവിടുത്തെ ഒറ്റ വീഡിയോയോ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ അന്വേഷിച്ചിരുന്നില്ല. എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും നമുക്കെല്ലാം നടക്കുമെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ആദ്യം എക്സാം എഴുതി. എനിക്ക് ക്ലബിംഗ് സ്കോർ ആയിരുന്നു കിട്ടിയത്. റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റീഡിങ്ങിനും ലിസണിങ്ങിനും C+ ആയിരുന്നു. സാധ്യമില്ല, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്കോറാണ്, ഉടനെ തന്നെ എഴുതിയാൽ അടുത്തതും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അടുത്ത എക്സാമും ഉടനെ തന്നെ ഡേറ്റ് എടുത്ത് 1 മാസത്തിനുള്ളിൽ എഴുതി. അപ്പോഴും എനിക്ക് സെയിം സ്കോർ തന്നെ. ആ സ്കോറിൽ ഒരു വ്യത്യാസമെന്ന് പറയാനില്ല. അപ്പോഴും എനിക്ക് നിരാശയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ഉടനെ എഴുതണ്ട, ഇനി അടുത്തടുത്ത് ജോലിക്ക് കയറാമെന്ന്. ഞാൻ വീണ്ടും ജോലിക്ക് കയറി. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ വീട്ടുകാരറിയാതെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക, അപ്പം നിനക്ക് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് കൃപാസനം ആലപ്പുഴയിലിരിക്കുന്നു. ഞാൻ കാസർഗോഡ് നിന്ന് എങ്ങനെ ഇവിടെ വരാനാ? എൻ്റെ കൂട്ടത്തിൽ ആരുമില്ല. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ അന്വേഷിച്ച് ഓൺലൈനായിട്ട് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ എനിക്ക് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നും രാവിലെ അത് ചെല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ കറക്റ്റ് ടൈമിലൊന്നും അല്ല ശ്രമിച്ചത്. എന്നിട്ട് ഞാൻ ഡേറ്റ് എടുത്ത് എക്സാമിന് പോയി. പക്ഷേ എക്സാം അന്നത്തെ നല്ല എളുപ്പമായിരുന്നു. ലിസണിങ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതി. ലിസണിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആകെ മേലുവേദന, പനി, എനിക്ക് അവിടെ ഇരിക്കാൻ കൂടി പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. റീഡിങ് എനിക്ക് ഏറ്റവും വിഷമമുള്ള മൊഡ്യൂൾ. അന്ന് എനിക്ക് റീഡിങ് ഞാൻ ചെയ്തു, പക്ഷെ എന്നാലും എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ റിസൾട്ട് വന്നപ്പോഴും എനിക്ക് 1 മാർക്കിന് എൻ്റെ UK സ്കോർ പോയി. അപ്പോഴും എനിക്ക് നിരാശ തന്നെയായിരുന്നു. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. റിസൈൻ ചെയ്തിറങ്ങി. നന്നായിട്ട് ഇനി ഇത് OET കിട്ടുന്നവരെ പരിശ്രമിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ എനിക്ക് റൈറ്റിംഗ് സ്പീക്കിങ്ങിന് നല്ല മാർക്കുള്ളത് കൊണ്ട് ഞാനൊരു അക്കാഡമിയിൽ ഓൺലൈൻ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർ, ഞാൻ പഠിപ്പിച്ച എല്ലാവർക്കും തന്നെ OET കിട്ടി. അവരെല്ലാം പാസ്സായി പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് മാത്രം OET കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര നിരാശയായി. ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പം ഞാൻ OET എഴുതത്തില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ എന്താണെന്നറിയത്തില്ല, കുറേ അനർത്ഥങ്ങൾ വന്നു തുടങ്ങി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ തൊട്ട് എൻ്റെ നാട്ടിലുള്ളവർ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ തുടങ്ങി, OET എഴുതി തോറ്റല്ലേ? ആ സമയത്തൊക്കെ എനിക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു. ഞാൻ തിരിച്ച് നല്ലത് പറയുമായിരുന്നു. അതുപോലെ തന്നെ എന്നോട് തന്നെ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ടുണ്ട്, നിനക്ക് റീഡിങ് വായിക്കാൻ അറിയത്തില്ലേ? നിനക്ക് എന്താ സ്പീക്കിംഗ് ചെയ്യുമ്പോൾ പ്രൊണൗൺസിയേഷൻ ഇല്ലേ? എന്തായി നിൻ്റെ കാര്യം? നിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും കിട്ടി, എല്ലാവരും പോകുന്നു, നിന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ലല്ലേ? എൻ്റെ മോൾ അവിടെയുണ്ട്, ഞാൻ അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്ത് നിനക്ക് ജോലി മേടിച്ചു തരാം. അങ്ങനെ കുറേ വാക്കുകൾ എന്നെ വേദനിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് OET കിട്ടേണ്ടത് എൻ്റെ ആവശ്യമാണ്. പക്ഷെ അതിലും കഴിഞ്ഞും എൻ്റെ അത്യാവശ്യം എന്ന് പറയുന്നത് ഈ പരിഹാസപാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ കിട്ടണം എന്നുള്ളതാണ്. ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ജോമാലയൊക്കെ വീട്ടിൽ മുടങ്ങാതെ ചെല്ലുമ്പോഴും ഞാൻ ഇടയ്ക്ക് മടി കാണിച്ച് മാറി നിന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, നീയും പോയി പ്രാർത്ഥിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ഒന്നും കൂടി എഴുതി നോക്കാം, അപ്പം നിനക്ക് കിട്ടും, നീ പേടിക്കാതെ പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ചേച്ചിയുടെ കൂട്ടത്തിൽ ഇവിടെ വന്നു. ഡിസംബർ 10 ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. അന്ന് എൻ്റെ ആദ്യത്തെ നിയോഗമായി ഞാൻ OET തന്നെയായിരുന്നു വെച്ചത്. അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ജനുവരി 29 OET എഴുതണം എന്നായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. OET എഴുതാൻ തീരുമാനിച്ചു. എൻ്റെ കൂട്ടത്തിൽ വന്ന ചേച്ചി ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ എക്സാമിന് ഡേറ്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വരാൻ പറ്റുമോ? അച്ഛനെ കാണൽ നടക്കുമോ? പക്ഷെ ഞാൻ ഡേറ്റ് എടുത്തിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. ഉടമ്പടി എല്ലാം കൃത്യമായി പാലിക്കാൻ തുടങ്ങി.
അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തോന്നി, ഇനി ഇപ്പം നീ ജനുവരി 29 എഴുതിയാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നീ കുറച്ച് ആത്മീയമായി കുറച്ച് തയ്യാറെടുപ്പ് നടത്തണം, അതുപോലെ തന്നെ കുറച്ച് നന്നായി പ്രിപ്പയർ ചെയ്യണം, എങ്കിൽ മാത്രമേ നിനക്ക് കിട്ടത്തുള്ളെന്ന് ഞാൻ കൂടുതൽ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കോട്ടയത്തേക്ക് മാറി കുറച്ച് 2-3 മാസം അവിടെ പഠിച്ച് എല്ലാം ഒന്ന് ഒരുങ്ങാമെന്ന് കരുതി ഞാൻ അങ്ങോട്ടേക്ക് മാറി. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓരോ ദിവസം കൂടുമ്പോഴും ഡിപ്രഷൻ കൂടി വരുക. കാരണം എല്ലാവരും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. എനിക്ക് പള്ളിയിൽ പോവാം, പക്ഷെ ഞാൻ പള്ളിയിൽ പോകുന്നത് നേരത്തെ പോയി ഓടി വരും. കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ്, എല്ലാവരും എന്ത് ചോദിക്കും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം കോട്ടയത്ത് പോയി. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ ക്ലാസ് കഴിഞ്ഞ് എല്ലാ ഒഴിവ് സമയത്തും ഞങ്ങൾ ആശുപത്രികളിൽ, അതുപോലെ തന്നെ വൃദ്ധസദനത്തിൽ എല്ലാം പോയിട്ട് പത്രം കൊടുക്കുകയും അവരോടൊപ്പം ചെലവഴിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പത്രം കൊടുക്കാൻ പോകുന്ന കൂട്ടത്തിൽ അന്യമതസ്ഥർക്ക് കൂടുതൽ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ വിശ്വാസ പ്രമാണം പ്രാർത്ഥനകളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പത്രം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വിശ്വാസ പ്രമാണം എഴുതി ഞാൻ അവർക്ക് കൊടുത്ത് അവരോട് എങ്ങനെ ഇത് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്ക് എന്തായാലും OETക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുത്തത്. പക്ഷേ എനിക്ക് OET കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ഇവരെയൊക്കെ ഒന്ന് കാണാനും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഒരു വൃദ്ധസദനത്തിലോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ ഉടമ്പടി വന്നെടുത്തതിന് ശേഷമാണ് എനിക്ക് പറ്റിയത്. അതുപോലെ തന്നെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും അതുപോലെ കൃത്യമായി കുമ്പസാരിക്കാനും പള്ളിയിൽ പോകാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു പഠിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ. അപ്പം എനിക്കറിയാം എൻ്റെ മെറിറ്റും കൊണ്ട് എനിക്ക് എന്തായാലും കിട്ടത്തില്ല, ഗ്രേസും കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ തുടർന്ന് അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ മാർച്ച് ആദ്യം ഡേറ്റ് എടുത്താലോ ഫെബ്രുവരി അവസാനം ഡേറ്റ് എടുത്താലോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയത്തില്ല, മാർച്ച് 25-ന് തന്നെ ഡേറ്റ് എടുക്കണമെന്ന് ആരും എന്നോട് പറയുന്നത് പോലെ തോന്നി. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരിയും മാർച്ച് 25-ന് ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി മാർച്ച് 10-ന് തീരുമായിരുന്നു. ഞാൻ കൃത്യമായിട്ട് കറക്റ്റ് 3 മാസം ഞാൻ ഇവിടെ വന്ന് മാർച്ച് 10-ന് എൻ്റെ ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ തലത്തോട്ട് പ്രാർത്ഥിച്ച് കാശ് രൂപമൊക്കെ തന്നു. ഞാൻ പോയി കൃത്യമായി പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് 25-ന് എക്സാമാണ്. ഞാനിവിടെ കുറേ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്. എക്സാമിന് പോകുമ്പം ഉടമ്പടി ഉപ്പ് അത് എന്താ പറയുക, അവിടെ സെൻറ്ററിൽ കൊണ്ട് ഇട്ടിട്ട് പ്രാർത്ഥിക്കുന്ന കുറേ പേരുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത്ഭുതം നടക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഞാനും കോട്ടയത്താണ് എക്സാം എഴുതിയത്. അവിടുത്തെ സെൻറ്ററിൽ കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇങ്ങോട്ടേക്ക് ഇനിയൊരു എക്സാം എൻ്റെ മുമ്പിലില്ല, ഞാൻ ഇനിയൊരു എക്സാം എഴുതത്തില്ല, ഇനിയൊരു എക്സാം എഴുതാൻ എനിക്ക് ഗതി ഉണ്ടാവില്ലേ എന്ന് ഞാൻ ഈശോയോട് ഒത്തിരി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശിരൂപം ഞാൻ എൻ്റെ കഴുത്തിൽ കൊന്തയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ തൈലം ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി എക്സാം തുടങ്ങി. ലിസണിങ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ എഴുതി. പക്ഷേ റീഡിങ് വരുമ്പോൾ എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്. റീഡിങ് വരുമ്പോഴത്തേക്ക് എനിക്ക് എവിടുന്ന വെപ്രാളം വരുന്നതെന്ന് അറിയത്തില്ല, ഒരു ടെൻഷനാണ് എനിക്കറിയാം ക്ലാസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നല്ല മാർക്കാണ്. പക്ഷേ എന്താ എക്സാമിന് പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. അന്നും അതേപോലെ തന്നെ എക്സാമിന് കയറി റീഡിങ് തുടങ്ങിയപ്പം തന്നെ പാട്ട് 15 മിനിറ്റിനുള്ളിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻ ചെയ്യണം. ആ 20 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ ഉത്തരം ശരിയാണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ബിയും സിയും ആണ്, എനിക്കറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ വായിച്ചു, എന്തൊക്കെയോ കറുപ്പിച്ച് വെച്ചു. പക്ഷേ ബാക്കി എല്ലാ മൊഡ്യൂളും എനിക്ക് എളുപ്പമായിരുന്നു. ഈ റീഡിങ് മാത്രം എനിക്ക് വളരെ പേടിയായിരുന്നു. എനിക്കറിയാം എൻ്റെ മെറിറ്റും കൊണ്ട് എന്തായാലും എനിക്ക് കിട്ടത്തില്ലെന്നുള്ളത്. ഞാൻ ഓരോ മൊഡ്യൂളിൻ്റെ മുമ്പും വിശ്വാസ പ്രമാണം ചൊല്ലിയും അതുപോലെ തന്നെ സ്വർഗസ്നായ പിതാവ് ചൊല്ലിയും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഒരുങ്ങിയിട്ടാണ് ഓരോ മൊഡ്യൂളും ചെയ്തിരുന്നത്. എക്സാം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് തന്നെ എൻ്റെ പേപ്പറെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. കാരണം അത്രയും വിഷമമായിരുന്നു എനിക്ക് ആ എക്സാം. എനിക്ക് എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇനി ഒരു എക്സാം എഴുതാനും ഇല്ല. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് പിന്നെ പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റിസൾട്ട് വരുമ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് OET കിട്ടണമെന്നല്ല, അമ്മയെ മാതാവേ എല്ലാവരുടെയും പരിഹാസ പാത്രത്തിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി തരണേ എന്ന് മാത്രമാണ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചത്.
അങ്ങനെ മാർച്ച് 25 എഴുതിയ റിസൾട്ട് ഏപ്രിൽ 13 വന്നു. ആദ്യം ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. എൻ്റെ ചേച്ചി UK-യിലാണ്. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, എടി നിൻ്റെ റിസൾട്ട് വന്നു, നിനക്ക് എല്ലാ മൊഡ്യൂളിനും B ഗ്രേഡ് ഉണ്ടെന്ന്. അങ്ങനെ മാതാവ് എനിക്കൊന്നും അല്ലാത്തടത്തു നിന്ന് എനിക്ക് എല്ലാ മൊഡ്യൂളിനും B ഗ്രേഡ് തന്ന് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, UK, അയർലൻഡ് എവിടെ വേണമെങ്കിലും പോകാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി.